നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ ചതുർഗ്രഹ യോഗമാകുന്നു. 4 ഗ്രഹങ്ങളിലെ യോഗത്തെയാണ് ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ആദിത്യനും ചൊവ്വയും ശുക്രനും ശനിയും ഈ 4 ഗ്രഹങ്ങൾ പരസ്പരം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണാന്തരമാണ്, മറ്റൊരു യോഗമാണ്. വികലോ നീചാചാരോ വിഷമാക്ഷോ ബന്ധുവിദ്യുഷ്ട സൂര്യകുജ ശുക്ര സൗരൈഹി പരാഭവം സർവതോ യാതി. ഈ 4 ഗ്രഹങ്ങളെയും യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി എപ്രകാരമുള്ള വ്യക്തിയായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. സഹ വികലഹ ഭവതി, അദ്ദേഹം വൈകല്യവാനാണ്, അംഗപരിമിതിയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നർത്ഥം. ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നീട് അദ്ദേഹത്തിന് നീചാചാരഹ, നീചങ്ങളായ ആചാരങ്ങൾ ചെയ്യുന്ന വ്യക്തി, അത്യന്തം നീചങ്ങളായ ആചാരങ്ങളെ പിറകെ പോവുക. പലപ്പോഴും നമുക്ക് ശത്രുദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ സാധാരണ തിരുമേനിമാരൊക്കെ ചെയ്യും, സുദർശന ഹോമം ചെയ്യും, അല്ലെങ്കിൽ ഭദ്രകാളി പൂജ ചെയ്ത് കുരുതി ചെയ്ത് അതിലാവാഹിച്ച ദോഷങ്ങളൊക്കെ ത്രിവിധമായി മാറ്റും. അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് അതിലൂടെ ദോഷങ്ങൾ മാറ്റും. പലപ്പോഴും മൃത്യുഞ്ജയ ഹോമം എന്ന് കേൾക്കുമ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നാണ് നാം പറയുക. സർവരുജാം ശാന്തിയെ വിധേയം സ്യാത്. മൃത്യുഞ്ജയ ഹോമം എല്ലാ രോഗത്തിൻ്റെ മോചനം ലഭിക്കുവാനാണ്. തീവ്രതരെ ആഭിചാരെ, എത്ര ശക്തമായ ആഭിചാരം, ശത്രുദോഷത്തിനും പരിഹാരമാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. മൃത്യുവെ ജയിക്കുകയാണ്. പക്ഷേ ഇവിടെ നീചാചാര എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ആചാരങ്ങളുണ്ട്. പൗഷ്ണികമായ അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഗുളികനും കുട്ടിച്ചാത്തനും അല്ലെങ്കിൽ ഘണ്ടാകരൻ മുതലായ സേവ ചെയ്ത് പെട്ടെന്ന് ഫലം ചെയ്തു കൊടുക്കുന്ന ധാരാളം മന്ത്രവാദികളുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായ പരിഹാരങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ആചാരങ്ങളെ മുറുകെ പിടിക്കുക, അതിനെ പിറകെ പോവുക, തന്നെ ശത്രുവിനെ നശിപ്പിക്കുകയാണെന്ന് വാശി കാണിക്കുക, ഇപ്രകാരമുള്ള പ്രയോഗങ്ങളൊക്കെ ചെന്ന് ചേരുക. നമ്മുടെ നാട്ടിലൊക്കെ കോഴിത്തല കൊണ്ട് കോഴിയുടെ തലയിലൊക്കെ കൂടോത്രമൊക്കെ ചെയ്യുന്ന എത്രയോ മന്ത്രവാദികളുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്തുത വ്യക്തിയുടെ വീടുകളിലേക്ക് അത് എറിയുക. ഈ പ്രകാരത്തിലുള്ള കർമ്മങ്ങളാണ് നീചാചാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് പ്രസ്തുത വ്യക്തി വിഷമാക്ഷ വിഷമേ അക്ഷിണിയസ്യ സഹ, വിഷമങ്ങളായ കണ്ണുകളോട് കൂടിയ ആൾ. ഇവിടെ വിഷമം എന്ന് വെച്ചാൽ ഒരിക്കലും 2 കണ്ണുകളും നേരെ നിൽക്കാത്ത വ്യക്തിയാണ്. രണ്ട് കണ്ണുകൾ, ഈ ഇമകൾ 2 രീതിയിലായിരിക്കാം. അതിനാണ് വിഷമാക്ഷ എന്ന് പറയുന്നത്. പിന്നീട് മേൽപ്പറഞ്ഞ വ്യക്തി ബന്ധുവിദ്യുഷ്ട, ബന്ധുക്കളാൽ ദ്വേഷിക്കപ്പെടുന്ന ആളാണ്. ബന്ധുക്കൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല, ഇദ്ദേഹത്തെ എപ്പോഴും ബന്ധുക്കൾ വെറുക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ്. പിന്നീട് ഈ യോഗത്തോടു കൂടിയ വ്യക്തി സർവത്ര പരാഭവം യാതിച്ച, എപ്പോഴും പരാജയപ്പെടും. പല വിഷയങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടാൽ വിജയപഥത്തിലേക്ക് കയറുകയില്ല. വളരെയധികം ബുദ്ധിമുട്ടും ഇദ്ദേഹം വിജയിക്കണമെങ്കിൽ. വിജയപഥത്തിലേക്ക് കയറുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന് കൂടുതൽ വിജയത്തെക്കാളും ഇദ്ദേഹത്തിന് തോൽവിയാണ് ദൈവം സമ്മാനിക്കുക എന്ന് സാരം. ഏതായാലും അത്ര ശുഭകരമായ ഒരു യോഗമല്ല ഈ 4 ഗ്രഹങ്ങളുടെ യോഗം എന്ന് മനസ്സിലാക്കുക. നന്ദി.